ഇറാന് ബാലസ്റ്റിക് മിസൈലുകളുണ്ട്, ദീർഘദൂരം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന, ഈവൻ യൂറോപ്യൻ ക്യാപിറ്റൽസ് വരെ എത്താൻ പറ്റുന്ന അത്രയും റേഡിയസ് ഉള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രെസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിലത്ര അവർ ഈ മിലിറ്ററി സോഫ്റ്റ്വെയറിനെ കരുതുന്നത് ശക്തരല്ല. പക്ഷേ എന്നിട്ടും ഇസ്രായേലിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അയൺ ഡോം സംവിധാനങ്ങളെ വകഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അവരുടെ എനർജി സെക്ടറുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഹെർസിലിയയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പറയുന്ന മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് സെൻറ്ററിലാണ് ആക്രമണം മിസൈൽ വന്ന് വീണിരിക്കുന്നതെന്നാണ്. അത്ര എളുപ്പം അങ്ങ് എന്താ പറയുക തീർത്ത് കളയാവുന്നൊരു സംഗതിയല്ല ഇറാൻ എന്ന് പറയുന്നത്. അവർ നിശ്ചയമായും അവരുടെ അടുത്ത് കേപ്പബിലിറ്റീസ് ഉണ്ട്. വലിയൊരു രാജ്യമാണ്, വലിയ പാരമ്പര്യമുള്ള ഒരു ജനതയാണ്, ദീർഘമായ യുദ്ധാനുഭവങ്ങളുള്ളൊരു ജനതയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേലി ജനതയെ സംബന്ധിച്ചത് ഇത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. അവർക്ക് കൊന്നിട്ടേ പരിചയമുള്ളൂ. കൊല്ലുന്നത് സ്ക്രീനിൽ ആസ്വദിക്കുക എന്ന് പറയുന്ന സംഗതി അല്ലാതെ ഇങ്ങനെ മിസൈലുകൾ നമ്മുടെ നഗരങ്ങളിൽ വന്ന് വീണ് പൊട്ടുന്നത് അവർക്ക് കാണേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ ഇറാനൊരു അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ തന്നെ ആ റീജിയനിൽ അവരുടെ ജിയോഗ്രഫിയിൽ അവർക്ക് വലിയ നായക പരിവേഷം ഇതിനകം വന്നു കഴിഞ്ഞു. കാരണം അവന്മാരിടിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ കോടിക്കണക്കിന് മനുഷ്യരുള്ള റീജിയനാണത്. ഇതെവിടെയാണ് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകുന്നത് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ 1948 മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന സാന്നിധ്യം ആ മേഖലയിൽ ഒരു ഡിസ്റ്റർബൻസാണ്, ലോകത്ത് തന്നെ ഒരു ഡിസ്റ്റർബൻസാണ്. അത് ഞങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആണ് എന്ന് അമേരിക്കക്കാർ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.